തീരെ ശബ്ദമില്ലാത്ത ഒരു മലയോര ഗ്രാമത്തിൽ എപ്പോഴും തെളിഞ്ഞ ആകാശത്തിനു കീഴെ ലൂണ എന്ന ഒരു ജിജ്ഞാസ നിറഞ്ഞ പെൺകുട്ടി മേഘങ്ങൾ മാന്ത്രികത കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ചു. മറ്റുള്ളവർ വയലുകളിൽ കളിക്കുമ്പോൾ ലൂണ ആകാശം നോക്കി നീലാകാശത്തിൽ അവൾ കണ്ട സ്വപ്നതുല്യമായ രൂപങ്ങൾ വരച്ചു. ഒരു ദിവസം നക്ഷത്രവെളിച്ചം പോലെ തിളങ്ങുന്ന ഒരു തൂവൽ പിന്തുടർന്നു പോകുമ്പോൾ ലൂണ മലയുടെ ഏറ്റവും മുകളിൽ ഒരു രഹസ്യഗുഹയിൽ എത്തി. അവിടെ നീരാവിയും താമ്രം കൊണ്ടുമുള്ള ചിറകുകളുള്ള ഒരു സൗമ്യനായ യാന്ത്രിക ജീവി ഉണ്ടായിരുന്നു, മേഘസൃഷ്ടികൻ. ഒരുകാലത്ത് ആകാശം നിറയെ മൃദുവായ മേഘങ്ങൾ നിറച്ചിരുന്നത് ഈ മേഘസൃഷ്ടികനായിരുന്നു. പക്ഷേ അതിന് സ്വപ്നങ്ങൾ ഇല്ലാതായി. അതായിരുന്നു അതിന്റെ ഇന്ധനം. ലൂണ അവളുടെ സ്കെച്ച് ബുക്ക് അവൻ നൽകി. അത് മേഘസ്വപ്നങ്ങളും കഥകളും നിറഞ്ഞതായിരുന്നു. ആ ജീവി കണ്ണു തുറന്നു. ഒരു പുകയും ചുഴലിയുമായി അത് ആകാശത്തിലേക്ക് ഉയർന്നു. സ്വപ്നരൂപത്തിലുള്ള മേഘങ്ങൾ അവശേഷിപ്പിച്ചു: ഡ്രാഗണുകൾ, കൊട്ടാരങ്ങൾ, ചായക്കപ്പുകൾ, തിമിംഗലങ്ങൾ. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. മേഘങ്ങളുടെ തിരിച്ചുവരവിൽ അവർ ആർപ്പുവിളിച്ചു. ഇപ്പോൾ അവ എന്നത്തേക്കാളും മാന്ത്രികമായിരുന്നു. ലൂണ ഗ്രാമത്തിലെ സ്വപ്ന സൂക്ഷിപ്പുകാരിയായി മാറി. എല്ലാ ദിവസവും പുതിയ സ്വപ്നങ്ങൾ കൊണ്ട് അവൾ മേഘസൃഷ്ടികനെ വീണ്ടും നിറച്ചു.